ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അല്ല കേട്ടോ, ഗുഡ് ആഫ്റ്റർനൂൺ. 11:30 ഞാൻ കഥയൊക്കെ ഒന്ന് പറയാച്ചിൻ്റെ എല്ലാ പണി കഴിഞ്ഞ് ചോറ് കറി പച്ചക്കറിയില്ല, ഇന്ന് മത്തനും മമ്പയറും കറി. ഒന്നും പറയണ്ട, ഇപ്പം ഒരു മത്തനും മമ്പയറും അയക്കുന്നുണ്ട്, എനിക്ക് ഇഷ്ടമല്ല അത്. അപ്പം നമ്മൾ ഒരു പപ്പടം പൊരിച്ച് ഇച്ചിരി മോരും ഉള്ളിയൊക്കെ ഇട്ടിട്ട് അരിഞ്ഞ് വയ്ക്കും. അത്രയേ ഉള്ളൂ കേട്ടോ, നമുക്ക് ഉപ്പേരിയൊന്നുമില്ല. അപ്പം നമ്മൾ കഥ പറയാൻ വേണ്ടി റെഡി ആവുമായിരുന്നു കേട്ടോ. എൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് അപ്പം ഉണ്ണിയേട്ട വന്നൊക്കെ ഞാൻ ചെന്തേ ഒന്നുമില്ല, എന്തോ ഒരു വെയിൽ നിറണ്ട് ഇവിടെ കിടക്കയിലുണ്ട് കിടക്കണം. ഞാനാണെങ്കിൽ ഇവിടെ അകത്തിരുന്ന് കിടക്കയിൽ ഇതൊക്കെ വെച്ചിട്ടാണ് വീഡിയോ. അങ്ങനെ ഞാൻ വീഡിയോ ചെയ്യാൻ പോയി. അതിനെന്താ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞെടുക്കല്ലേ, ഈ ഇവിടുന്ന് ചെയ്ത ഞാൻ പറഞ്ഞ നല്ല രസമായി. അപ്പോണ്ട് മൂപ്പര് ചിരിക്കുന്നത്, മൂപ്പര് അവിടെ കിടന്ന്. അപ്പം ഞാനും ഇച്ചിരി അതെല്ലാം കെട്ടിപ്പെറുക്കി എടുത്ത് വെച്ച് ഞാനും ഇച്ചിരി കിടന്ന് അങ്ങനെ കണ്ണും മാളും കൊണ്ട് മൂപ്പര് എണീച്ച് പോകണം. അപ്പം ഞാൻ പിന്നെ അവിടെ തന്നെ കിടന്നു തന്നെ. അങ്ങനെ നമ്മളെ കുഞ്ഞുങ്ങളോട് നല്ല എനർജിയോട് കൂടി കഥ പറയാൻ വന്നപ്പോൾ ഞാൻ ഇച്ചിരി ഉറങ്ങിപ്പോയി. സാരമില്ല കേട്ടോ. അപ്പം എൻ്റെ കുട്ടികളൊക്കെ പോയോ? എൻ്റെ മണിമക്കളൊക്കെ ഇവിടെ ധീരും ധ്യാനും നിജിമോനൊക്കെ ഇവിടെ സംസാരിച്ച് കളിച്ച് ഓടി നടക്കണ്ട്. അവർക്ക് സ്കൂളില്ല, സ്കൂളൊക്കെ തുറക്കാറായില്ലേ. അപ്പം എൻ്റെ കുട്ടികളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. കൊണ്ടുപോയ ഫുഡെല്ലാം കഴിക്കുക. ഫുഡ് പുറത്തുനിന്ന് വാങ്ങി കഴിക്കണവരാണെന്ന് വെച്ചാൽ ഒരു മീൻ പൊരിച്ചതും കൂടി വാങ്ങി കഴിച്ചോളൂന്നേ. ചോറ് മുഴുവൻ അങ്ങോട്ട് പോട്ടേന്നേ. അപ്പം മീൻ പൊരിച്ചുണ്ടാകുമ്പോൾ നല്ല രസമല്ലേ. മീനാട്ടോ നല്ലത്, ചിക്കനൊന്നും വാങ്ങണ്ടാന്ന്. ചിക്കനൊന്നും നന്നല്ല. ഞങ്ങൾ ഇന്നലെ ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ കഴിച്ചിട്ടോ, ഒന്നും പറയണ്ട. ബ്രോസ്റ്റഡ് ചിക്കൻ മോൻ പറഞ്ഞിട്ടുണ്ടേ ഒന്ന് വാങ്ങാറുണ്ട്. അങ്ങനെ അവൻ ബ്രോസ്റ്റഡ് ചിക്കൻ വാങ്ങിക്കൊണ്ടുവന്നു. അപ്പോൾ അതിൽ കുബൂസ് ഒന്നും ഇല്ലേന്. അപ്പോൾ പിന്നെ ഞാൻ ചപ്പാത്തി ചുട്ട് നമ്മൾ ഉണ്ണിയേട്ടനൊരു പീസ് വെച്ചിന്ന്. നമ്മൾ ഓരോ പീസ് കഴിച്ചോളൂ, മോന് 2 പീസും. അപ്പം പിന്നെ ഉണ്ണിയേട്ടന് വെച്ചാൽ തൊന്തിരിപ്പാടാണ്. മീൻകറിയും അയിലക്കറിയും അയില പൊരിച്ചതൊക്കെ ഉണ്ട്. അപ്പം വെക്കാഞ്ഞാലൊരു സമാധാനക്കേടാ. വെച്ച് കഴിഞ്ഞ് ഉണ്ണിയേട്ടൻ തിന്നാനിരുന്നപ്പം ഒരു കഥ പാടി. ഇത് തുറന്ന് കസ്ട്രോൾ തുറന്ന് പറഞ്ഞ ചപ്പാത്തി ഒരു കുത്തേരിക്കുന്ന ഒരു റോസ്റ്റഡ് ചിക്കനെ കണ്ട് പറഞ്ഞു, ഇതെവിടുന്ന് വേദി, ഇതെനിക്ക് വേണ്ട, ഈ സാധനം എനിക്ക് കണ്ണിൻ്റെ തന്നെ കണ്ടുവിടാം, ഇത് നമ്മൾ വാങ്ങി കഴിച്ചതാ, വലിയ പ്രശ്നമാണ് നമുക്ക്. അപ്പം ഞാൻ പറഞ്ഞു, ഉണ്ണിയേട്ട ഞങ്ങളത് കഴിക്കുക, എനിക്ക് വേണ്ട, ഈ കഴിക്ക്, വേണ്ടവർ കഴിക്കുന്ന. അപ്പം എല്ലാം ഉണ്ണിയേട്ട അത് കഴിക്കുക, ഇത് നമുക്ക് ഫ്രീ കിട്ടിയതാ ഉണ്ണിയേട്ട. അപ്പടി കുറച്ചൊന്ന് താന്നേ. അപ്പം ഞാൻ പറഞ്ഞു, ഉണ്ണിയേട്ടാ പിന്നെ അത് കഴിക്ക്, നമുക്ക് ഫ്രീ കിട്ടി, എല്ലാം ഫ്രീ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആരുതാ പറയാ, ഏട്ടൻ്റെ മോളുണ്ട് നീതു, കിങ്ങിണി ഇതാ അവളെ പേര്. അപ്പം കിങ്ങിണി കൊണ്ടുവന്നാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കൊടുക്കുക. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഫ്രീ. പിന്നെ ഞാൻ പറയാം കിങ്ങിണി കൊണ്ടുവന്ന് അയക്കൂലേ. അപ്പം ഞാൻ പറയാം അവള് കൊണ്ടുവന്ന അവൾക്ക് നബിദിനായിട്ട് അവളെ ഓഫീസിൽ നിന്ന് പിന്നെ ഓണക്കായിട്ട് ലീവല്ലേ ഇരുന്നോ. അപ്പോൾ ഇന്നാണ് അവർക്ക് അതിൻ്റെ ചിലവ് കൊടുത്തത്. അവൾക്കൊക്കെ ഒരു ചെറിയ പെട്ടിയും ബ്രോസ്റ്റഡ് കൊടുത്തത്. അവളൊരു 3 പീസ് തന്നു. അതൊന്നും നിങ്ങൾക്ക് വെച്ചൊന്ന് ഞാൻ തിന്ന. അമ്മായി പറഞ്ഞു, അമ്മായിക്ക് വേണ്ട പറഞ്ഞ് ഒന്ന് മോന് കഴിച്ചെന്ന് പറഞ്ഞു. അപ്പം പിന്നെ നമ്മളെ ഉണ്ണിയേട്ട സമാധാനത്തോടെ കഴിച്ചിരുന്നാലും ഇച്ചിരി വാക്കിച്ചു. ഉണ്ണിയാണ് അത് ഇഷ്ടമല്ലാത്ത നമ്മൾ എന്തിനു വെക്കണത്. അയ്യോ, അങ്ങനെ അവിടെ ഒരു കിങ്ങിണി ഉള്ളത് നന്നായി. വേറെ ആരോ പേര് പറഞ്ഞാലും ഉണ്ണിയേട്ട വിശ്വസിക്കില്ല. ഓള് വർക്കിനൊക്കെ പോകണാണ്. പോയി വരുമ്പോൾ മക്കൊക്കെ കൊണ്ടുവരുമ്പോൾ കൊണ്ടുവന്നാണെന്ന് അങ്ങ് വിചാരിച്ചോളൂ. അപ്പം നമ്മൾ 10 മിനിറ്റ് തന്നെ ആയിപ്പോയിട്ടോ. 20 മിനിറ്റൊക്കെയാണ് നമ്മളെ കഥ പോണത്. അപ്പം നമുക്ക് കഥയിലേക്ക് പോയാലോ. അപ്പം എൻ്റെ കുട്ടികളൊക്കെ ബ്രോസ്റ്റഡ് വാങ്ങി കഴിച്ചുകൊണ്ട് വൈകുന്നേരം കേട്ടോ വീട്ടിലേക്ക് പോകുമ്പോൾ ഇന്ന് ബ്രോസ്റ്റഡ് വാങ്ങിയിട്ട് മക്കൊക്കെ കൊടുക്കും കേട്ടോ. ഒരു രസമില്ല. ഇന്നലെ നമ്മൾ ഈ ബേപ്പൂരിൽ നിന്നാണ് വാങ്ങിയത്. വെറുതെ എന്തിലോ പൊടിയിലൊക്കെ കുഴച്ച്, ആ ബ്രോസ്റ്റഡിൻ്റെ പൊടിയോ അങ്ങനെ കണ്ട എന്തൊക്കെ ഓട്സ് അതൊക്കെ ഇട്ടിട്ടല്ലേ പൊരിക്കുക. അതൊന്നുമില്ല, രസമില്ല. ബ്രോസ്റ്റഡ് ചടച്ചോ എനിക്ക് ബ്രോസ്റ്റഡ് ചടച്ചോ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്ന് വിശ്വസിക്കും. വേണ്ടിയിട്ട് ബാക്കി ഞാൻ സീവാവയ്ക്ക് ഇട്ടുകൊടുത്തു, ഇന്ത്യയിൽ നിന്ന് ഞാൻ സീവാവയ്ക്ക് ഇട്ടുകൊടുത്ത്. അപ്പം നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മളെ മഞ്ജുമോൾ ഇന്നലെ ചോറൊക്കെ കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ. അങ്ങനെ വൈകുന്നേരമായി, എല്ലാവരും വൈകുന്നേരം ചായ കുടിച്ച് ഡാഡി മക്കളൊക്കെ തമാശയൊക്കെ പറഞ്ഞിരുന്ന്. പക്ഷെ ഇത്തിരി ഒരു സീരിയസ് ഉള്ള ആളാണോളെ ഡാഡി. പിന്നെ അവളെ അമ്മേനോട് മാത്രമേ കൊഞ്ചി പുന്നാരൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ മോളെയും കൂടി അങ്ങനെയൊന്നും കൊഞ്ചിക്കണില്ല. പാവം അധികം കൊഞ്ചിക്കാനൊന്നും കിട്ടിയില്ല കേട്ടോ ഭാര്യനെ. കഷ്ടമുണ്ട് അല്ലേ. കാണുന്ന ഭർത്താക്കന്മാർക്ക് സങ്കടം ഉണ്ടാവും. എന്തിന് പണ്ടാറമ്മച്ചിയ ഭാര്യ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് ചിലവർ വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ. അങ്ങനെ തമാശയ്ക്ക് വിചാരിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലുത് അവരെ ഭാര്യമാരായിരിക്കും. പക്ഷെ അവര് സമ്മതിച്ചു തരൂല, അതാണ് നമുക്ക് പ്രശ്നം. ഒന്ന് സമ്മതിച്ചെന്നോട്ടെ, നീയാണ് എൻ്റെ വലുത്, ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലുത് നീയാണ്, എൻ്റെ ഭാര്യയായ നീയാണ്, മക്കളെക്കാളും എന്നൊക്കെ. പക്ഷെ അത് അവർ സമ്മതിച്ചു തരില്ല. പോട്ടെ, അത് മുമ്പൊരു വിദ്യയാണെന്ന് വിചാരിച്ചാൽ മതി.
ഓക്കെ. നമ്മളെ പുന്നാരും ഒക്കെ പറയുമ്പോൾ അതൊക്കെ പറഞ്ഞു വരും, പക്ഷെ അവർ പറയില്ല കേട്ടോ. ഇന്ന് വരെ നമ്മളെടുത്തത് വിട്ടു പറയാത്തൊരു മനുഷ്യൻ, അങ്ങനെ ഒരു മനുഷ്യനാണ്. അങ്ങനെ നമുക്ക് കഥയിലേക്ക് പോവാം. അങ്ങനെ രാത്രി ഫുഡൊക്കെ കഴിഞ്ഞ് രാവിലെ ഡാഡിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് നന്ന രാവിലെ. അപ്പോൾ അവള് ചോദിക്കും, ഡാഡി എന്തിനാ അത്ര പുലർച്ചയ്ക്ക് പോകണം? പുലർച്ചെ ഡ്രൈവ് ചെയ്ത് പോവാൻ സുഖമാണ് മോളെ, കുറച്ച് ദൂരം അങ്ങോട്ടേക്ക് നല്ല സുഖമായിട്ട് പോവാലോ എന്നറിയും. അപ്പോൾ മോൾ പറയും ശരി എന്ന് പറയും. അങ്ങനെ പുലർച്ചെ 3 മണിയാകുമ്പോൾ അവളെ ഡാഡി പോകാൻ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദര കുട്ടപ്പനായി. അദ്ദേഹം ഒരു കാപ്പിയെല്ലാം കഴിച്ച് വേറെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് നന്ന രാവിലെയല്ലേ. അങ്ങനെ ചെറിയമ്മൻ്റെ അടുത്തും പറഞ്ഞ് അവളടുത്തും പറഞ്ഞ് ചെറിയച്ഛനൊക്കെ ഉറങ്ങുകയാണ്, ജിഷ മോളൊക്കെ ഉറങ്ങുകയാണ്. അപ്പോൾ ഇറങ്ങിയപ്പോൾ മഞ്ജുമോൾ നമ്മളെ പഠിപ്പുര വരെ വരും. അങ്ങനെ ഡാഡി കാർ എടുത്ത് പോയതിൻ്റെ ശേഷം പിന്നെ അവിടെ ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോൾ നമ്മളെ കിണറ്റിൻകരയിലേക്ക് അങ്ങോട്ട് നോക്കണം. ഇപ്പോൾ ലൈനിലേക്ക് നോക്കണ്ട, ഇങ്ങോട്ട് നോക്കുമ്പോൾ നമ്മളെ ഹരീൻ്റെ മണിമാളിക എന്നൊക്കെ ലൈറ്റ് ഇങ്ങനെ കാണണേ. അപ്പോൾ വിളിച്ചായിരിക്കും ഈ മനുഷ്യൻ എന്താണ് ഈ നട്ടാട്ട പകൽ എല്ലായിടത്തിലും ലൈറ്റ് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോഴാണ് അവൾ ആ വീട് അത്രയും കാലം ഉണ്ടായിട്ട് ആൾ ആ വീടിനെ കുറിച്ചോ വീടോ ഒന്നും നോക്കില്ല. അവൾ മൊത്തമായിട്ട് നോക്കുമ്പോൾ ലൈറ്റ് ഇട്ട് വെച്ചിട്ട് നല്ല ഈ വീട് വിറ്റ സമയത്ത് ഈ അംസക്ക എന്ന് പറഞ്ഞ മുസ്ലിംസ് വാങ്ങിയിട്ട് ഫുൾ പെയിൻറ്റിങ് ഒക്കെ കഴിച്ചതിനെ കൊണ്ട് ഒരു പുതുമോടി വിടാത്ത വീട് എന്ന് അവൾ വിചാരിച്ചും കൊണ്ട് അവൾ വീട്ടിലേക്ക് കയറും. അപ്പോൾ പിന്നെ ചെറിയമ്മ പറയും, മോളെ കയറി വാ അങ്ങോട്ടേക്ക് പോയി കിടന്നുറങ്ങുന്ന സമയമായില്ലല്ലോ എന്നറിയാം. അങ്ങനെ ചെറിയമ്മ കിടക്കാണ്ട് അടുക്കളയിലേക്ക് പോട്ടോ. അപ്പോൾ ഇത്തിരി നേരം കിടക്കാൻ പോകണോ പിന്നെ ചെറിയമ്മൻ്റെ അടുത്തേക്ക് പോകണോ വെച്ചാൽ അങ്ങനെ അവൾ പിന്നെ അകത്തേക്ക് വെച്ച കാലിൽ തിരിച്ച് ചെറിയമ്മൻ്റെ അടുത്തേക്ക് തന്നെ പോയി അടുക്കളയിലേക്ക് പോയിട്ട് അപ്പോൾ ചെറിയമ്മ ഉണ്ടാവും വെളിച്ചെണ്ണ കുപ്പി എടുത്തിട്ട് മുടിയൊക്കെ അങ്ങനെ മാടി വെളിച്ചെണ്ണ തേക്കും. വളരെ ചെറിയമ്മ ഹരിൻ്റെ വീട്ടിൽ എന്താ ലൈറ്റ് കാണുന്നത്? അത് നാളെ അവൻ താമസിക്കുകയല്ല, എല്ലാവരും ക്ഷണിച്ചല്ലേ, എന്തെങ്കിലും പണി ഇപ്പം എന്തെങ്കിലും പണി ഉണ്ടാവുക, എന്തോ മറന്നു ചെയ്തിട്ടായിരിക്കും. വളരെ ചെറിയമ്മ ഹരിക്ക് എന്തെങ്കിലും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കണ്ടേ? അപ്പോൾ ചെറിയമ്മ ഓളെ നോക്കി ചിരിക്കും. ചെറിയമ്മൻ്റെ അടുത്ത് കാര്യം പറഞ്ഞില്ലേ? അപ്പോൾ അതോളെ മനസ്സിലുണ്ട്. ചെറിയമ്മൻ്റെ അടുത്ത് പറഞ്ഞില്ല, ഹരിനോട് പറയാന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് അവള് പിന്നെ മുറ്റത്തുനിന്ന് കയറി വരുന്നത്. അത് ആ ഭാഗം എനിക്ക് പറയാൻ മറന്നു. എന്താണ് അവള് ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. അപ്പം ചെറിയമ്മ പറയും, അത് നമുക്ക് നേരെ വെളുത്തിട്ടൊക്കെ ആലോചിക്കുക, അവനോട് ചോദിക്കുക എന്താ വേണ്ടത്, എന്നിട്ട് നമുക്ക് അത് വേണ്ടത് മേടിച്ചു കൊടുക്കുക. എൻ്റെ മോൾ ഇച്ചിരിയും കൂടി പോയി കിടന്നോ, ചെറിയമ്മ കുളിച്ചിട്ട് വരാതെ. അപ്പം ചെറിയമ്മ കുളിക്കാൻ അടുക്കള വാതിലടച്ച് അങ്ങോട്ട്, അടുക്കള പുറത്താണ് ബാത്റൂമൊക്കെ. അപ്പോൾ അന്നൊന്നും റൂമുകളിലൊന്നും ബാത്റൂമില്ല, നമ്മളെ നല്ലൊരു 4 കെട്ട് പോലത്തെ വീടല്ലേ അത്. അപ്പോൾ പുറത്താണ് ബാത്റൂം. അപ്പോൾ ചെറിയമ്മ പുറത്ത് പോയി കുളിക്കാൻ പോയി, വാതിലങ്ങ് ചാരിട്ട്. അപ്പോൾ അവൾ പോയി കിടന്ന്, ഇങ്ങനെ കിടന്നിട്ട് അവളെ വിചാരിക്കുകയാണ്. അപ്പോൾ ഞാനില്ലേ പിന്നെ ഒന്ന് വായിക്കാൻ പോയതേന്, പിന്നെ അവൾക്ക് ഉറങ്ങാൻ കിടന്നിട്ട് അവൾക്ക് ഉറക്കം കിട്ടിയില്ല. ഹരീൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് കിടന്നത് അവൾക്കൊരു സ്വപ്നം പോലെ തോന്നി. എന്തോ ഒരു സുഖമുള്ള ഓർമ്മകൾ, നല്ല നിമിഷങ്ങൾ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും നല്ലൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ലൊരു അനുഭവവും സന്തോഷവും സുഖമൊക്കെ അവൾ അനുഭവിക്കുന്നത്. അപ്പോൾ അവൾ വിചാരിക്കും, ഹരീനെ കണ്ടുമുട്ടിയതിൻ്റെ എന്തു ഭാഗ്യം, എന്തുമാത്രം സ്നേഹമുള്ളൊരു മനുഷ്യൻ, ഇത്രയും നല്ലൊരു മനുഷ്യനെ എനിക്ക് കണ്ടുമുട്ടാൻ കഴിഞ്ഞതും ചെറിയമ്മൻ്റെ വീട്ടിൽ വന്നതുകൊണ്ടല്ലേ എന്നൊക്കെ ആലോചിച്ചിങ്ങനെ കിടക്കാട്ടോ. അപ്പോൾ പിന്നെ ഇവൾ വിചാരിക്കുകയാണ്, നാളെ ശനിയാഴ്ച ലീവാണ്. ഞായറാഴ്ചയാണ് ഹരി എല്ലാവരെയും ക്ഷണിച്ചത്, ഫ്രണ്ട്സുകളെയും വീട്ടിൻ്റെ അടുത്തുള്ളവരെയും ആ ലൈൻ മുറിയുള്ളവരെയും ഒക്കെ കുടിയിരിക്കലായിട്ട് കഴിക്കല്ല, എല്ലാവരെയും ഒന്ന് ക്ഷണിച്ചോ ഭക്ഷണം കൊടുക്കുക, അത്ര തന്നെ. അപ്പോൾ പിന്നെ വിളിച്ചായിരിക്കും നാളെ എന്തായാലും ജിഷനിക്കുട്ടി അവിടെ പോകണം, ആ വീടുകളൊക്കെ ഒന്ന് മുഴുവൻ കാണണം, ഒന്ന് സ്പെൻഡ് ചെയ്യണം, ആര്യൻ്റെ കൂടെ കുറച്ച് നിമിഷങ്ങൾ നമുക്ക് ചിലവഴിക്കണം എന്നൊക്കെ അവളിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുക. അല്ലാണ്ട് അവൾക്ക് ഉറക്കേ വന്നില്ല, നേരം വെളുക്കും വരെ ഉറക്കം വന്നില്ല. അങ്ങനെ നേരം വെളുത്ത് പല്ല് തേക്കാനായപ്പോൾ അവൾ ബ്രഷും പേസ്റ്റൊക്കെ എടുത്ത്, അപ്പോഴേക്ക് ചെറിയമ്മ അവിടെ വെള്ളപ്പോ കടലക്കറിയോ എന്തൊക്കെയോ കറിയിൽ വറവിടണമാണോ എല്ലാം അവൾക്ക് മൂക്കിലടിച്ചു. അങ്ങനെ തിന്നണ കാര്യത്തിലൊന്നും അവൾക്ക് വലിയ സന്തോഷമൊന്നുമില്ല, നല്ല ഹാപ്പിനെസ് ആയിട്ട് തിന്നുന്നൊരു ഇഷ്ടമുള്ള ഒരു കഥ ഇനി എഴുതേണ്ടില്ലേ. അയ്യോ, അങ്ങനെ എഴുതണമെന്നുണ്ട്. എൻ്റെ ജീവിതം, എൻ്റെ മോൻ്റെ ജീവിതം എഴുതേണ്ടി വരും. ഇന്നലെ ഞാൻ പറഞ്ഞു, മോനെ കഥ തീരാറായി, അമ്മയ്ക്ക് സങ്കടം വരുന്നു, എൻ്റെ കുട്ടികളോട് ഞാൻ കഥ പറയല്ലോ എന്ന് ആലോചിച്ച് ഞാൻ എത്ര വേണ്ട എല്ലാ പണിയും കഴിച്ചിട്ട് വരുന്നത്. അവർ പറയും, അമ്മേ
വിഷമിക്കണ്ട, അടുത്ത പണിപ്പരയിലേക്ക് അമ്മ കയറിക്കോ, ഒരു കഥയും കൂടി അങ്ങോട്ട് എഴുതി. ഞാൻ പറഞ്ഞു പോടാ അവിടുന്ന്, ഇനി കഥ എഴുതണേ. എൻ്റെ അമ്മ കഥ പറയുന്നത് ഇഷ്ടമാണെന്നുണ്ട്, അമ്മ കഥ എഴുതി. ഞാൻ പറയും അമ്മ 18 വയസ്സിൽ എഴുതിയ കഥയില്ല മോനെ, അന്നത്തെ മനസ്സും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ. ഇപ്പം അമ്മയ്ക്ക് കുറച്ചുകൂടി, അന്ന് അനുഭവങ്ങളൊന്നുമില്ല, ഇന്നിപ്പം അമ്മയ്ക്ക് നല്ലൊരു അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം സുഖമായിട്ട് എഴുതാതെ. ചെക്കൻ്റെ വിചാരം കഥ എഴുതാന്ന് പറഞ്ഞാൽ ചില്ലറ നയിപ്പാ. കുറേ സമയം അന്ന് തേരപ്പാര നടന്ന എനിക്ക് അമ്മ വിളമ്പി വെച്ച് ചോറും തിന്ന് സുഖസുന്ദരമായിട്ട് ഇങ്ങനെ സ്വപ്നം കണ്ട് ആലോചിച്ച് കഥേന്റെ ഭാഗം ആലോചിച്ച് കിടന്ന് അങ്ങനെ എഴുതാ, അത്ര തന്നെ. അപ്പൊ അതാ ഒരു കുടുംബിനിയല്ല ഞാന്. പേനയും പെൻസിലെടുത്ത് എഴുതായിരുന്നു, ആ പേനത്തുമ്പ് ഉണ്ടാട്ടോ ശരിപ്പെടുത്തു. അയ്യോ, എന്നാലും നമ്മളൊരു കഥയൊക്കെ എഴുതും എൻ്റെ മക്കൾക്ക് സീക്രട്ടായിട്ട് വെക്കാറ്. എന്തായാലും ഇനി നിങ്ങളെ ശല്യപ്പെടുത്താൻ വരില്ല കേട്ടോ കഥ പറഞ്ഞിട്ട്. അയ്യോ, നമ്മളെ കഥ എവിടെ എത്തി? അയ്യോ, അങ്ങനെ ഞാൻ എന്തെങ്കിലും പറയുമ്പോഴത്തേന് ഞാൻ എൻ്റെ ഭാരതവർക്കും പറയും. ഞാൻ എനർജി ഓർത്തിയെന്നല്ല, എന്ന് പറഞ്ഞാൽ നല്ല എനർജിയോട് കൂടിയാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് വന്നത്. അപ്പോൾ നമ്മൾ കഥ പറഞ്ഞ പല്ല് തേക്കി അവൾ പഠിപ്പുര പോയിരുന്നു, പല്ല് തേപ്പ് ആരംഭിച്ചു. അപ്പോൾ അവൾ ആ ലൈനിലേക്ക് നോക്കിയപ്പോൾ അവൾക്ക് എന്തോ ഒരു സങ്കടം ആ ലൈന് കണ്ടപ്പോട്ടോ. അപ്പോൾ അവൾ വിചാരിക്കുക ആ ലൈനിലേക്ക് നോക്കിയപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത സങ്കടം. ഹരി അവിടെ നിന്ന് പോയി. ആളിപ്പോറുണ്ട്, എന്നാലും തൻ്റെ പ്രണയം മുട്ടിട്ട ഒരു സ്ഥലമാണ് അവിടെ. അവിടേക്ക് നോക്കാറുണ്ട്, നല്ല സന്തോഷത്തോടു കൂടി നോക്കിയ ഒരു സ്ഥലമാണ്. ആ സ്ഥലം കണ്ടപ്പോൾ എന്തോ ഒരു നഷ്ടബോധം തോന്നി. ആ ലൈൻമുറി നഷ്ടപ്പെട്ട ഒരു ഫീൽ അവൾക്ക് ഉണ്ടായി. അങ്ങനെ അവൾ അവിടേക്ക് നോക്കിക്കുമ്പോഴാവും വണ്ടി അടിച്ച് മിന്നിച്ചുമ്പോൾ ഹരി വന്നിട്ട് ഇവളെ നേരെ മുന്നിൽ അവിടെ നിർത്തും വണ്ടി. ഇവളെ എടുത്തായിട്ട്, പഠിപ്പുരൻ്റെ എടുത്തായിട്ട് തന്നെ നിർത്തും. ഓള് 2 സ്റ്റെപ്പ് ഇറങ്ങിയിരുന്നിട്ടാണ് പല്ലിക്കുക. അപ്പോൾ വിളിക്കുക അങ്ങോട്ട് പോണില്ലേന്ന്. എങ്ങോട്ട്? അതാ ആ ലൈനിലേക്ക്. എന്തിന്? അവൻ ചോദിക്കും. പറയും അവിടുത്തെ എറ പിടിച്ചിങ്ങനെ ഇങ്ങനെ ആടണ്ടേ, എന്നാലല്ലേ എക്സസൈസ് പൂർണ്ണമാവുള്ളൂ. അപ്പോൾ അങ്ങനെ കൈമുട്ടിങ്ങാണ്ട് ചിരിക്കും. ചിരിച്ചപ്പോൾ അവൾ പറയും എന്തോ എനിക്ക് ആ ലൈൻമുറി കണ്ടപ്പോൾ ഒരു സങ്കടം. അപ്പം ചോദിക്കും എന്തിന്? എന്താ അറിയില്ല, എനിക്ക് ആ ലൈൻമുറി ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ പറയാം അതിന് ഈ ആ ലൈൻമുറി കണ്ടില്ലല്ലോ. അപ്പോൾ അറിയാം കണ്ടില്ല, ഞാൻ അവിടെ വന്നത് ഓർമ്മ ഉണ്ട്. ആ റൂമിൽ മൂടി പതച്ച് കിടന്നപ്പോൾ ഞാൻ വന്നത് ഓർമ്മയില്ലേ? ഓർമ്മയില്ലാണ്ടിയാ, അതൊന്നും ഞാൻ മറക്കേയില്ലേ ജീവിതത്തിൽ. പക്ഷെ എനിക്ക് എൻ്റെ ഈ പുതിയ വീടാണ് ഇഷ്ടം. അപ്പോൾ എനിക്ക് അതെന്താ, എനിക്ക് ഈ വീടാണ് ഇഷ്ടം എന്ന് പറയും. അപ്പം പറയും എന്നാൽ ഞാൻ അതും കൂടി വാങ്ങണോ പറയും. അപ്പോൾ അവൻ പറയും എനിക്ക് എൻ്റെ പുതിയ വീടാണ് ഇഷ്ടം എന്നിട്ടാണ് പറയാം. അപ്പോൾ വിളിക്കും അതെന്താ, അവിടെയല്ല എൻ്റെ തമ്പുരാട്ടി കിടന്നത്, അതെനിക്ക് ഇന്നലെ ഓർത്തിട്ട് ഞാൻ ആ കട്ടുമ്പോൾ കിടന്നിട്ട് ഞാൻ ഉറങ്ങിയില്ല. എനിക്കറിയാം നേരം വിളിക്കോളം ഞാൻ ഉറങ്ങിയില്ല. അവിടെയൊക്കെ നീയുള്ള മാതിരി എനിക്ക് തോന്നിയത്. ഉറക്കേ വന്നില്ല മഞ്ജു. ഞാൻ എല്ലായിടത്തും ലൈറ്റ് ഇട്ട് കിടക്കേനി. ഇങ്ങനെ കിടന്ന് ഞാൻ സ്വപ്നം കാണേനി. എൻ്റെ നെഞ്ചത്ത് മുഖം വെച്ച് കിടക്കണത് ഓർത്തിട്ട് ഞാൻ അങ്ങനെ എപ്പോഴോ അങ്ങനെ കിടക്കണ്ടെന്നുള്ള വിചാരത്തിൽ തന്നെ കിടക്കേനി ലൈറ്റൊക്കെ ഇട്ടിട്ട്. അപ്പോൾ പിന്നെ ഞാനോ ഉറങ്ങിയത്. അപ്പം എനിക്ക് നീ ഉറങ്ങിയില്ലേ? അപ്പം അവളറിയും ഇല്ല ഉറങ്ങിയില്ല, ഡാഡി പോയി എന്ന് പറയും. അപ്പോൾ പറയും അവൾ വിചാരിക്കുന്നുണ്ട് ഡാഡി പോകുമ്പോൾ ഇനി ഒരു പൊല്ലാപ്പൊന്നായിട്ട് ഡാഡി വരാൻ ഞാൻ മതിയെന്ന്. പിന്നെ അങ്ങനെയൊന്നും വരില്ല കേട്ടോ, അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കും വേണ്ട. അപ്പോൾ അവൾ പറയും ഡാഡി ഒന്ന് പുലർച്ചയ്ക്ക് പോയി എന്ന് പറയും. ആണോന്നറിയാം. അപ്പോൾ അവൾ പറയും ഹരി ഡാഡിയൊക്കെ അറിയും. ഡാഡി പറയുമ്പോൾ ചെറിയമ്മ ഇതുവരെ അറിയേണ്ട മോശമല്ലേ, ചെറിയമ്മൻ്റെ അടുത്ത് പറയണ്ടേ. ഹരി പറയും ഞാൻ പറയാലോ, ഞാൻ ഇപ്പം തന്നെ പറയാം, ഞാൻ ചെറിയമ്മൻ്റെ അടുത്തേക്ക് ഇപ്പോൾ പോയി പറയട്ടെ എന്നറിയാം. അപ്പോൾ പറയും പല്ലിയേക്കാണ്ടിയോ അപ്പം പറയും ഞാൻ പല്ലൊക്കെ തേച്ചിട്ടാണ് ഞാൻ ഇതിന് പോവാറ്, ഞാൻ ഉറങ്ങി നീച്ച് പല്ലിയേക്കാത്ത വായും കൊണ്ടിട്ടല്ലേ പോവാ. പുറത്തുള്ളവരൊക്കെ കാണൂലേ, എന്നെ പരിചയമുള്ളവരൊക്കെ കാണൂലേ, ആരൊക്കെ സംസാരിക്കണ്ടേ, നീ ഇങ്ങനെ തന്നെ കരുതി. അപ്പോൾ ചിരിക്കുക. അപ്പോൾ അറിയാം അതൊന്നല്ല ഹരി, കുളിച്ച് വൃത്തിയായിട്ടൊക്കെ വേണ്ടേ, ഈ നല്ലൊരു കാര്യം പറയാം. അപ്പോൾ അറിയാം അവൻ പറയും ആണില്ലേ, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നാളെ നമുക്ക് നമ്മളെ അമ്പലത്തിലൊരു ഗണപതി ഹോമം ഷീട്ടാക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് രാവിലെ പുലർച്ചയ്ക്ക് അമ്പലത്തിൽ പോയി വന്നതിൻ്റെ ശേഷം ചെറിയമ്മനോട് പറഞ്ഞാലോ. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ വയ്ക്കുക പുലർച്ചയ്ക്കോ അമ്പലത്തിലോ ചിശനെ വിളിക്കാന്നറിയുള്ളൂ. ചിശനെ വിളിക്കണ്ട, ചിശ വേണ്ട. അപ്പോൾ അറിയാം എന്നാ പിന്നെ നടക്കുന്നത് തന്നെ, എന്നെ എങ്ങനെ വിടാനറിയാം, അനക്ക് എന്തായിപ്പോയി തറിയാം. അപ്പോൾ പറയാം അതിനൊക്കെ വഴിയുണ്ട്, ഞാനൊക്കെ ശരിയാക്കി തരാറ്. അപ്പോൾ ചെറിയമ്മ മോളെ വിളിക്കും. അറിയോ ചെറിയമ്മ വിളിക്കുന്ന പറഞ്ഞാൽ ഓള് പല്ലേശം കൊണ്ട് ഓടിക്കാളും കേട്ടോ. അപ്പോൾ ഓനെ അല്ല അപ്പം തന്നെ ഉണ്ടാവും ജിഷ പാലും കൊണ്ടിട്ട് ഇങ്ങനെ പാല് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അവൾ എന്തോന്ന് പറയണ്ട് മറന്നു.
അപ്പം ജിഷ ഇങ്ങോട്ട് പാലും കൊണ്ട് വരുന്ന സമയത്തേക്ക് ഹരി പറയും, ഞാനൊരു കാര്യം പറയാം. അപ്പോൾ അവളൊക്കെ എന്താ, നാളെയല്ല എൻ്റെ വീട്ടിൻ്റെ പാല് കാച്ചൽ. അത് കേട്ടിട്ടായിരിക്കും ജിഷ ഇറങ്ങി വരും. അപ്പോൾ ജിഷയ്ക്ക് പാല് കാച്ചലോ ആ വീട്ടിലോ? ആ വീട്ടിൽ പാല് കാച്ചും നടന്ന് ചിക്കനും മീനും ചോറൊക്കെ വെന്ത് നിറച്ച ആ അടുപ്പിൽ ഇപ്പം എത്ര പാല് കാച്ചയറ്റെന്ന് പറഞ്ഞവള് പരിഹസിച്ച് പാലും കൊണ്ട് ഒരൊറ്റ നടത്തം നടക്കും. അപ്പം അവൻ പറയും, ഒന്ന് പോടി അവിടുന്ന്, ഞാൻ വാങ്ങിയ പുതിയ ഗ്യാസ് അടുപ്പിലാണ് ഞാൻ പാല് കാച്ചാൻ പോണത്, ഒരടുപ്പിലല്ലേ കച്ചണത് എന്ന് പറയും. അപ്പോഴാണ് ചെറിയമ്മ വിളിക്കുക. ചെറിയമ്മ വിളിച്ച പഠന അവള് അവൻ പറയും, അതൊക്കെ നടക്കും. ഹരിയൊക്കെ അല്ലെ മഞ്ജു വയ്ക്കും, അതെങ്ങനെ നടക്കും, അതൊക്കെ നടക്കും, നീ കണ്ടോന്ന് അറിയുമ്പോഴേക്കും ചെറിയമ്മ അവളെ വിളിക്കുക. അപ്പോഴി ഓൾ ഓടിപ്പോകുന്ന നോക്കി ഹരി അവിടെ വണ്ടിയുടെ മുകളിലിരുന്നു. അവൾ പോകുന്നതും നോക്കി. അങ്ങനെ ജിഷ് അവിടെ ഇരിക്കും, ആ വണ്ടിമേ തന്നെ ഇരിക്കും ജിഷ വരുന്നത് വരെ. ജിഷ പാൽ കൊടുത്തു വരുമ്പോൾ ഹരി ഞാൻ വായിച്ചിട്ട് പറയാം. അപ്പോൾ ജിഷ ഉണ്ടാവും വരണേ. ജിഷ അങ്ങനെ വരുമ്പോൾ ഹരി അവിടെ തന്നെ ഇരിക്കണ ഒറ്റയ്ക്ക്. അപ്പോൾ വിളിക്ക്, എന്താ ഹരിയേട്ടാ ഇവിടെ തന്നെ തറഞ്ഞു പോയോ നിൽക്കും. എടി ഒന്ന് പോടി, എനിക്കൊരു കാര്യം ചെയ്തു തരുകയെ. വിളിക്ക്, എന്താ ഹരിയേട്ടാ? എടി നാളെ പിന്നെ ഗണപതി ഹോമം കഴിക്കുന്നുണ്ട് നമ്മളെ വീടിനൊക്കെ വേണ്ടിയിട്ട് പുലർച്ചയ്ക്ക്. അപ്പോൾ പിന്നെ വീട്ടുകാരനും വേണം, അതുകൊണ്ട് ഒരു ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഏതാണാവോ ഈ വീട്ടുകാരി എന്നറിയാം. ഒന്ന് പോടി, എൻ്റെ ചേച്ചീനെ ഒന്ന് അമ്പലത്തിൽ എൻ്റെ കൂടെ പറഞ്ഞേക്കുക. അപ്പോൾ അവളറിയാം, പുലർച്ചയ്ക്കോ? അപ്പോൾ പറയാ, അത് നടന്നത് തന്നെ. അതെന്താടി ഈ പറയണത്? എന്തെങ്കിലും ഒരു ഹെൽപ്പ് പറഞ്ഞുണ്ടടി, ഒന്ന് പറഞ്ഞേക്കടി, ഒരു വഴി പറഞ്ഞുണ്ടടി. അപ്പോൾ പറയും, എന്ത് വഴി? ഒരു വഴിയില്ല, പുലർച്ചയ്ക്കൊന്ന് ചേച്ചീനെ വിടൂല ഒറ്റയ്ക്ക്, മനസ്സിലാക്ക്. അപ്പോൾ ഉളറെ ഞാനും കൂടി ഉണ്ടെങ്കിൽ കാര്യം നടന്നേനി. അപ്പോൾ നിന്നെ കെട്ടി എഴുന്നള്ളിക്കില്ലടി, ഞങ്ങൾ രണ്ടാളും കൂടി ഒന്ന് ഒറ്റയ്ക്ക് പോട്ടെ, അതിനാണെന്ന് പറയും. അപ്പോൾ പറയും, എന്നാൽ പിന്നെ അതൊന്നും ഒരു കാലത്ത് നടക്കും, ഒരു ആര്യേട്ടൻ ജെല്ല് വീട്ടിലേക്ക് ഞാൻ പോട്ടെ, എനിക്ക് കോളേജിൽ പോകണമെന്ന് പറയും. അപ്പോൾ അവൻ പറയും, പോവല്ലടി, നിനക്ക് ഞാൻ എന്തെല്ലാം ഉപകാരം ചെയ്തിട്ടുണ്ട്, എല്ലാം ഓക്ക് ലെറ്ററും കാര്യങ്ങളൊക്കെ കൊണ്ടെടുക്കാനാണ്, നീ ഒന്ന് പറഞ്ഞോണ്ടടി പറയും. അപ്പോൾ പറയും, എന്നാൽ പിന്നെ ഒരു കാര്യമുണ്ട്. അപ്പം ചോദിക്കുക, എന്താ മനോജ് വരുമോ? അപ്പോൾ പറയും, മനോജൊക്കെ ഇന്ന് വൈകുന്നേരം വീട്ടിലെത്തും. അപ്പോൾ പറയും, എന്നാൽ പിന്നെ ഞങ്ങൾ രണ്ടാളും വീട്ടിൽ നിന്ന് അമ്പലത്തിൽ ഇറങ്ങും, ഹരിയേട്ട അവനോടും കൂടി വരാൻ പറയും, വണ്ടി ആരുടെങ്കിലും സംഘടിപ്പിക്കാൻ പറയും. അപ്പം പറയും, ആ മറ്റേ പിള്ളേരൊക്കെ വരുന്നുണ്ട്, ഏതൊരു ചങ്ങായിൻ്റെ പേര് അറിയും, മുസ്ലിംസ്, അവന് വണ്ടിയൊക്കെ ഉണ്ട്. എന്നാൽ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ നിങ്ങളങ്ങോട്ട് ഇറങ്ങിക്കോളുണ്ട്, ഞാൻ ചേച്ചിയും കുറച്ച് നടന്ന് കുറച്ച് അപ്പുറത്തുനിന്ന് വണ്ടിമേ കയറിക്കൊണ്ട് ഹരിയേട്ടൻ്റെ വഴിക്ക് പിന്നെ വിചാരിച്ച അമ്പലത്തിൽ പോയിക്കോ, ഞങ്ങൾ വിചാരിച്ച അമ്പലത്തിൽ ഞങ്ങളും പോയിക്കോളാറ്. അപ്പോൾ ഒരു നല്ല ഐഡിയ അല്ലേ, നല്ല ഐഡിയ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഥ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവേ, അതിനുള്ളിൽ കൂടെ ഞാൻ എൻ്റെ തോടിയാരും പറഞ്ഞു, സോറി കേട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ സുഖമാണെന്ന് ശുഭപ്രതീക്ഷയോടെ ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ നമ്മൾ കഥ ഇന്നത്തെ ഈ ഭാഗം നിർത്തുകയാണ്. ബാക്കി നാളെ പറയാട്ടോ. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ സുന്ദരന്മാരാണ്. ഈ കഥ കേൾക്കുന്നവർ പ്രത്യേകിച്ച് സുന്ദരമായ മനസ്സുള്ളവരായിരിക്കും, നല്ല മനസ്സുള്ളവരായിരിക്കും. കമൻ്റ് ഇടുന്നവർ പറയണ്ട, അസൂയ കുശുമ്പോ ഒന്നുമില്ലാത്തവരായിരിക്കും, ഉള്ളത് തുറന്നു പറയണ കുട്ടികളാണ്. ഈ കഥയും കണ്ടിട്ട് ഒറ്റയടിക്ക് നീച്ച് ഓടിപ്പോയി കാണുന്നത് അതൊരു കള്ളത്തരല്ലേ? എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞൂടെ? എന്താ ഞാൻ ഇതൊക്കെ പറഞ്ഞു തരണോ? ഒത്തിരി കുശുമ്പൊന്ന് മാറ്റി വെച്ചിട്ട് ഈ കഥ നന്നായി ചേച്ചി എന്ന് പറഞ്ഞൂടെ? അത് പറയാൻ മടിയാണെന്നുണ്ടെങ്കിൽ ഒരു റോസാപ്പൂങ്കയിൽ തന്നിട്ട് ഒന്ന് ഇങ്ങനെയെങ്കിലും ആക്കിയിട്ട് പോയിക്കൂടെ? എന്താ അതിന് ഇത്ര മടി? എന്തായാലും ഇത് കേൾക്കുമ്പോൾ ഞാൻ പറയണ നിങ്ങളെ മനസ്സും കൂടി ഇതിന് കാട്ടിയിട്ടാണ് ഞാൻ പോകട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞിട്ട് എൻ്റെ കുട്ടികളെ കണ്ടിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ഇട്ടാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവും, പക്ഷെങ്കിൽ വേണ്ട, ലൈക്ക് അവർക്ക് കൊടുക്കണ്ട എന്നുള്ള മനസ്സാണെങ്കിൽ വേണ്ട കേട്ടോ. നല്ല മനസ്സുണ്ടെങ്കിൽ മാത്രം ലൈക്ക് എന്നാൽ മതി.